കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ ചിത്രം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു യുവതി മരിച്ച ദാരുണമായ സംഭവം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഇതുവരെയുള്ള എല്ലാ പ്രശംസകളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പ്രതിഷേധം. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ അടിയന്തരവും ശക്തവുമായ ഇടപെടലുകൾ നടത്തിയ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ദുരവസ്ഥയെക്കുറിച്ചുള്ള പല യാഥാർത്ഥ്യങ്ങളെയും പുറം ലോകത്തെത്തിച്ചു. കേരള മോഡൽ ആരോഗ്യ മേഖലയുടെ പൊള്ളത്തരം. വർഷങ്ങളായി കേരളം അതിന്റെ ആരോഗ്യ മോഡലിനെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട്. പ്രാഥമിക കേന്ദ്ര ആരോഗ്യങ്ങളുടെ ശൃംഖല, കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം തുടങ്ങിയ പല ഘടകങ്ങളും ഈ അവകാശവാദങ്ങൾക്ക് ബലം നൽകിയിരുന്നു. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തവും അതിന് പിന്നാലെ പുറത്തു വന്ന ദൃശ്യങ്ങളും ഈ മോഡലിന്റെ പൊള്ളത്തരം വെളിപ്പെടുത്തിയിരുന്നു. രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ മറച്ചുവെച്ചിരുന്ന ഭയാനകമായ യാഥാർത്ഥ്യങ്ങളാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നത്. ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാവുന്നതിലും 10 ഇരട്ടി രോഗികളാണ് ഇവിടെ ചികിത്സ തേടുന്നത്. ഇത് മതിയായ സൗകര്യങ്ങളുടെ അഭാവത്തിലേക്ക് നയിക്കുന്നു. ഒരു ചെറിയ കെട്ടിടത്തിലെ ഓരോ കട്ടിലിലും 2 രോഗികൾ വീതം കിടക്കുന്നതും കട്ടിലിന് താഴെയും ഇടനാഴികളിലും രോഗികളും കൂട്ടിരിപ്പുകാരും തിങ്ങിപ്പാർക്കുന്നതും ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ടോയ്ലറ്റുകളിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് ആളുകൾ അവിടെ കഴിയേണ്ടി വരുന്നത്. വൃത്തിഹീനമായ ഈ സാഹചര്യങ്ങൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ നിർണായകമായ ഇടപെടലുകൾ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ ഈ അവസ്ഥയുടെ നേർചിത്രമാണ്. അപകടം നടന്നയുടൻ സംഭവ സ്ഥലത്തെത്തിയ ചാണ്ടി ഉമ്മൻ MLAയുടെ ഇടപെടലുകൾ ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന മന്ത്രിമാരുടെ വാദങ്ങൾ പൊളിഞ്ഞത് ചാണ്ടി ഉമ്മന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപകട സ്ഥലത്ത് നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് ഇതെന്താണ് ഇതുവരെ ക്ലിയർ ചെയ്യാത്തത്? ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണ്ടേ? ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്ന് ചാണ്ടി ഉമ്മൻ കയർത്ത് ചോദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. ഈ ഇടപെടലിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. കൂടാതെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ചാണ്ടി ഉമ്മനോട് കാര്യങ്ങൾ വിവരിക്കുന്നതും കാണാതായ ഭാര്യയെക്കുറിച്ച് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആന്റിയെ ഫോൺ വിളിച്ചോ എന്ന് ചാണ്ടി ഉമ്മൻ ചോദിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്ന് വിശ്രുതൻ പറയുന്നുണ്ട്. ഉടൻ തന്നെ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നതും അടിയന്തര ശ്രദ്ധയെയും സഹാനുഭൂതിയെയും എടുത്തു കാണിക്കുന്നുണ്ട്. രോഗികളുടെ സ്വകാര്യതയും ദയനീയ അവസ്ഥയും ചാണ്ടി ഉമ്മന്റെ ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതും എന്നാൽ അതേസമയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതും വാർഡിലെ രോഗികളുടെ ദയനീയ അവസ്ഥ പുറത്തു കൊണ്ടുവന്നതുമാണ്. മാധ്യമപ്രവർത്തകർക്കൊപ്പം ഒരു വാർഡിലേക്ക് കടന്നു ചെന്ന അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണിച്ചു കൊടുത്തു. രോഗിയുടെ കാൽ പൊടി പിടിച്ച് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭയാനകമായ അവസ്ഥയിലായിരുന്നു. മുറിവുകളിൽ പൊടിയും സിമന്റ് അവശിഷ്ടങ്ങളും പടർന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഒരു കൂട്ടിരിപ്പുകാരൻ പോലും ഇല്ലാത്ത ഈ രോഗിയുടെ ദൃശ്യങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ ചിത്രം വിളിച്ചു പറഞ്ഞു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ രോഗികളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന പേരിൽ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന ചർച്ചകൾ ഉയർന്നു വന്നു. എന്നാൽ അത്തരം വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ദയനീയ അവസ്ഥ പുറം ലോകം അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് ചാണ്ടി ഉമ്മൻ വാദിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെന്ന് ഇടത് സർക്കാർ നിരന്തരം പ്രചാരണം നടത്തുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഇതിനേക്കാൾ ഭയാനകമായ ഗുരുതര വീഴ്ചകൾ മൂടിവെക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ശക്തി പകരുന്നുണ്ട്. സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയും ജീവനക്കാരുടെ പ്രശ്നങ്ങളും മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെക്കാൾ മികച്ചവരാണെന്നും അവർ തങ്ങളുടെ ഡ്യൂട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരാണെന്നുമുള്ള പൊതുവായ അഭിപ്രായവുമുണ്ട്. എന്നാൽ ശുചീകരണ ജോലികൾ അടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണെന്നും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ലെന്നും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾക്ക് പ്രധാന കാരണമെന്നും പറയപ്പെടുന്നു. ഈ സംഭവം സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും വ്യക്തമായ ഉദാഹരണമാണ്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കാതെ പഴയത് പൊളിച്ചു മാറ്റേണ്ടിയിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ വലിയ വീഴ്ചയുണ്ടായെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടി. ഒരു വിദേശ രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ഇടപെടലുകളും ആവശ്യങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെയും ചാണ്ടി ഉമ്മൻ MLA രംഗത്ത് വന്നു. ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാൻ തന്നെ അന്വേഷിക്കുന്നത് നിയുക്തമല്ലെന്നും ആശുപത്രി സൂപ്രണ്ടിനെ ബലിയാടാക്കി ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിന്ദുവിന്റെ
കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകണമെന്നും മകന് സ്ഥിരം ജോലി നൽകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞതിനെതിരെ കേസെടുത്തതിലും ചാണ്ടി ഉമ്മൻ ശക്തമായി പ്രതികരിച്ചു. കള്ളക്കേസ് എടുത്തതുകൊണ്ട് തളരില്ല, നേരിട്ടോളാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്കു പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നുവെന്നും കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണമെന്ന ആവശ്യമാണ് താൻ ഉന്നയിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു.